ഞങ്ങൾ ഇന്നലെ രാത്രി ഉമ്മൽ കോയിലിൽ പോയിട്ടുണ്ടായിരുന്നു, എളയപ്പാൻ്റെ വില്ലയിൽ. അവിടെ മുറ്റത്ത് നിറച്ചും പച്ചക്കറിയെല്ലാം നട്ടിട്ടുണ്ടായിരുന്നു. പച്ചമുളക്, പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ, തക്കാളി, പിന്നെ ഇത് ബസള, അതെല്ലാം നട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ നാട്ടിലെ ബസള എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇതിൽ നിന്നാണ് കുറച്ച് പൊട്ടിച്ചെടുത്തത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലുണ്ടാക്കുന്നത് എൻ്റെ ഉമ്മ ചെയ്യുന്ന റെസിപ്പിയാണ്. ഉമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു തരം കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അത്രയൊന്നും നന്നായിട്ടൊന്നും വരില്ല, എന്നാലും അതുപോലൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയത്. പിന്നെ ബാക്കി കുറേ പച്ചമുളകെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ പൊട്ടിക്കാൻ നോക്കി, ഇരുട്ടായതുകൊണ്ട് ഒന്നിനും പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ ബസള എന്ന് പറഞ്ഞിട്ട് കാണിച്ച ഇല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതും ഞണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് നല്ലോണം വാഷ് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ എടുത്ത് ഗ്രൈൻഡറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ചുവന്ന മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഇത് പച്ചമുളകാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് 1 സ്പൂണ് മല്ലിപ്പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ഞാൻ ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം അരച്ചെടുക്കണം. ഞാൻ ഈ ഇലയെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തണ്ടെല്ലാം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇലയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി വേവിച്ചെടുക്കാം. കുക്കറിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഞാനൊരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 2-3 വിസിൽ വരെ ഇത് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. ഞാൻ അരപ്പ് എടുത്തിട്ട് ചട്ടിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ഇല ഇട്ട് കൊടുക്കാം. കുറച്ച് പുളി ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിൽ അലിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒഴിച്ച് കൊടുക്കണം. ഇനി ഉപ്പാണ് വേണ്ടത്. ഞാൻ നേരത്തെ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഞണ്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് 1 കിലോ. അപ്പോൾ ഇത് കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്.